ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു വൈഫൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾക്ക് വേറെ ഒരു വൈഫൈയിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആമസോൺ ഫയർ സ്റ്റിക്കിൽ എങ്ങനെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ടി വി ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോവുക. ഇവിടെ ലാസ്റ്റ് സെറ്റിങ്സ് കാണാൻ പറ്റും. അതിലോട്ട് നമ്മുടെ റിമോട്ട് വെച്ചിട്ട് സ്ക്രോൾ ചെയ്യുക. സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്ക്സും കാണാൻ പറ്റും. ഇപ്പം കുറേ നെറ്റ്വർക്ക്സ് ഉണ്ട്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാണ്. ആ ഒരു നെറ്റ്വർക്ക് സെലക്ട് ചെയ്താൽ നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം കണക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആവുന്നതായിരിക്കും. ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു നെറ്റ്വർക്കിലോട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു രണ്ടാമത്തെ നെറ്റ്വർക്കിലായിരുന്നു കണക്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈന്ന് വേറെ ഒരു വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.